എനിക്ക് എത്ര വന്നു എത്ര കൊടുത്തു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം. ആദ്യം ഒരു 10 ലക്ഷം രൂപ വന്നു, 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു 4 ലക്ഷം രൂപ വന്നു. ആ 4 ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെ പല പ്രാവശ്യമായിട്ട് 3 ലക്ഷം രൂപ പുള്ളി എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പുള്ളിയുടെ വൈഫിൻ്റെ അക്കൗണ്ടിലോട്ടും പുള്ളിയുടെ അക്കൗണ്ടിലോട്ടും ഞാൻ പൈസ ഇട്ട് കൊടുത്തേക്കുന്നത്. നമുക്ക് ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടിയിട്ടില്ല. എന്തിനാണ് ഇവരെ കാണിച്ചേക്കുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പുള്ളിയുടെ ഉള്ളിലുള്ള ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. തീർച്ചയായിട്ടും എന്നെ ഒരുപാട് പേര് വിളിച്ചായിരുന്നു, അമ്മയിൽ നിന്നൊക്കെ ഒരുപാട് പേര്. കാര്യം ഇൻഡസ്ട്രിയിലുള്ളവർക്ക് അറിയാം ഹരീഷ് കണാനൊക്കെ വേണ്ടി ഞാൻ എന്തോരം അധ്വാനിച്ചിട്ടുണ്ടെന്ന് മലയാള ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം. ആ ഒരു സമയത്ത് ഇവരെയൊക്കെ ഡേറ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുളവായ സമയത്താണ് അവർ എൻ്റെ അടുത്ത് ആവശ്യം. ഞാൻ അങ്ങോട്ട് പോയി ഞാൻ ഡേറ്റ് നോക്കാൻ പോയ ആളല്ല, എന്നെ തേടി ഇങ്ങോട്ട് വന്നാണ്. എൻ്റെ കാര്യങ്ങളൊന്നും നോക്കണമെന്നും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്. ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. ഞാൻ അയാളോട്ട് ഇപ്പോഴും പിണക്കൊന്നുമില്ല. ഇനിയും നാളെ ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു അവസരം വന്നാൽ അയാൾക്ക് ഞാൻ മേടിച്ചു കൊടുക്കും. എനിക്കങ്ങനെ ആരോടും ശത്രുതയോ കാര്യമുള്ള ഒരാളല്ല. എന്നെ വ്യക്തമായിട്ട് അറിയാവുന്നവർക്ക് അറിയാം. നാളെ അയാൾക്കൊരു അവസരം വന്നു കഴിഞ്ഞാൽ ഞാൻ മേടിച്ചു കൊടുക്കും. അയാൾക്ക് തീർച്ചയായിട്ടും നാളെ ഒരു പടത്തിലൊരു വേഷം, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അയാളെ വിളിച്ചു കൊടുക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഹരീഷ് കണാനെ ഇടവേള ബാബുവിന്റെ അടുത്ത് പരാതിപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം അമ്മയിലും പരാതിപ്പെട്ടു. അങ്ങനെ സംഘടനാപരമായി എന്തെങ്കിലും ചർച്ചയ്ക്ക്? സംഘടനാപരമായി, അതായത് അന്ന് ഈ കുറേ നാൾ മുമ്പ് ഇടവേള ബാബു ചേട്ടനെ പുള്ളി വിളിച്ച് പറയുകയാണ് ചെയ്തത്. അന്ന് എന്നെ ബാബു ചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ ബാബു ചേട്ടനോട് പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷേ ഇത്രയും പൈസ ഒന്നും കൊടുക്കാനല്ലോ ബാബു ചേട്ടൻ, എനിക്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ നോക്കണം. പുള്ളി എനിക്ക് ഞാൻ ചെറിയ പൈസ ഒക്കെ കൊടുക്കാനുള്ളൂ, അതിപ്പോൾ ഏതായാലും എന്നെ കൂടെ നിവൃത്തില്ല, അപ്പം നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഞാനന്ന് ഇടവേള ബാബു ചേട്ടനോട് അന്ന് പറഞ്ഞതാണ്. ബാബു ചേട്ടനോട് ചോദിച്ചാൽ അറിയാം. ഇപ്പോൾ എന്നെ ആരും ചർച്ചയ്ക്കൊന്നും വിളിക്കുകയോ അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങൾ ഉണ്ടായി ചെയ്തിട്ടില്ല. അല്ല താങ്കളുടെ പേര് പലതവണ അത് പറയാതെ താങ്കളെ ബന്ധപ്പെടാനും ഈ പ്രശ്നം എങ്ങനെയെങ്കിലും തീർക്കാനും ശ്രമിച്ചു. പക്ഷെ താങ്കൾ ഫോൺ എടുക്കുകയോ അങ്ങനെ ഒരു ഇടപെടലിലും നിൽക്കാത്തത് കൊണ്ട് അവസാനം ഗതികെട്ട് താങ്കളുടെ പേര് പറയുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പുള്ളി ഓസ്ട്രേലിയ പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പ് വരെ ഞങ്ങൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോഴൊന്നും പൈസയുടെ കാര്യം പറയുന്നില്ല, സംസാരിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം എന്നോട് പുള്ളി ചോദിച്ചിട്ടില്ല. അതിനുശേഷം എന്നോട് പറഞ്ഞു പൈസ ഒന്നും എനിക്ക് വിഷയമൊന്നുമില്ല, എനിക്ക് ഏതെങ്കിലും പടത്തിലൊക്കെ അവസരം മേടിച്ചാൽ അതൊക്കെയാണ് ഇങ്ങോട്ട് പറഞ്ഞു. പിന്നെ ഫോൺ എടുക്കാതിരുന്നിട്ടുണ്ട്. രാത്രി 9 മണിക്ക് ശേഷം പുള്ളിയുടെ ഫോൺ ഞാൻ മാക്സിമം ഒഴിവാക്കും. കാര്യം ആ സമയത്ത് പുള്ളിയുടെ വായിന്ന് പറയുന്ന വർത്തനൊക്കെ വേറെ ആയിരിക്കും. സമയം വൈകി വരിക, പിന്നെ പ്രമോഷൻസിന് വലിയ പടങ്ങളാണെങ്കിൽ പുള്ളി പോകും, ചെറിയ പടങ്ങളുടെ പ്രമോഷൻസിന് പോവില്ല. ലാസ്റ്റ് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇദ്ദേഹത്തിൻ്റെ നിർമ്മലിനെയൊക്കെ ഈ സ്റ്റേജ് ഷോയിലൂടെയൊക്കെ കൊണ്ടുവന്ന ഒരു ഡയറക്ടറുണ്ട്, രാജീവ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഒരു 3 വർഷം മുമ്പ് ഞങ്ങളൊരു കണാരോണമെന്നും പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്യുകയും ആ വെബ് സീരീസിൽ ഇവരെല്ലാം അഭിനയിക്കുക. കോഴിക്കോട് ഷൂട്ട് നടക്കുവാണ്. ഒരു ദിവസം രാവിലെ മുതൽ ഇയാളെ കാത്ത് കംപ്ലീറ്റ് സെറ്റ്. ഞാൻ എറണാകുളത്താണ്, അവിടെ ഞാൻ ആസാദ് എന്ന് പറഞ്ഞ കൺട്രോളറെ നിർത്തിയേക്കുന്നത്. ഏകദേശം രാവിലെ മുതൽ ഇയാൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. കംപ്ലീറ്റ് ക്രൂ ലൊക്കേഷനിൽ വെയിറ്റിംഗ് ആണ് ഇയാൾ വരാൻ വേണ്ടി. അവസാനം ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കിടന്നുറങ്ങുക. അന്നത്തെ ദിവസം ആ ഷൂട്ടിംഗ് മുടങ്ങി. ഞാൻ എറണാകുളത്ത് നിന്ന് ഓടി അവിടെ ചെല്ലേണ്ടി വന്നു. പ്രൊഡ്യൂസർ എന്നെ ഭയങ്കര ബഹളമൊക്കെ വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് അവിടെ ചെന്നു. അടുത്ത ദിവസം പോലെ അയാളെ കൈകാലം പിടിച്ചിട്ടാണ് കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചിട്ട് കൊടുത്തു. അങ്ങനത്തെ പല പ്രശ്നങ്ങളും പല സ്ഥലങ്ങളിലും അയാൾ കാരണം ഉണ്ടായിട്ടുണ്ട്. പല പടങ്ങളും പുള്ളിയുടെ ഡേറ്റും പ്രശ്നങ്ങളും കാരണം ഷെഡ്യൂളായിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് അയാൾ ഇപ്പോൾ ഇറങ്ങിയൊരു പടമുണ്ടല്ലോ മധുരക്കണക്ക്, അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണല്ലോ എന്നെ ഈ ചീത്തയെല്ലാം പറഞ്ഞത്. അതിൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് അയാൾ ഉണ്ടാക്കി വയ്ക്കുന്ന ബുദ്ധിമുട്ടുകൾ അയാൾ കാരണം ഷെഡ്യൂൾ വരെ ആയിട്ടുണ്ട്. ആ ഡയറക്ടർ എന്നോട് മാത്രമല്ല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ മീറ്റിംഗ് സമയത്ത് അവിടെ നിന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ എന്നോട് മാത്രം പറഞ്ഞിട്ട് ഞാൻ കളവ് പറഞ്ഞിട്ട് വേണ്ടല്ലോ, അത്രയും 17 പേർ മുമ്പിൽ നിന്നിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വന്തം കയ്യിരിപ്പ് കൊണ്ടാണ് അയാളുടെ അവസരങ്ങളെയൊക്കെ നഷ്ടപ്പെട്ടത്. അത് അയാൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്താ ചെയ്യുക? പിന്നെ ഒരു കലാകാരനെ ഒരാൾ വിചാരിച്ചാൽ വീട്ടിലൊന്നും ഇരുത്താൻ പറ്റില്ല. കഴിവുള്ളവനാണെങ്കിൽ അവൻ അങ്ങനെ തന്നെ കയറിപ്പോക്കുള്ളൂ അല്ലേ? അല്ല, ഞാൻ ഇനി സമയമല്ല, ഞാൻ ഏതായാലും എനിക്ക് നേരിട്ട അപമാനത്തിന് ഞാൻ നിയമപരമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞു. എൻ്റെ അഡ്വക്കേറ്റ് ഇന്ന് വൈകുന്നേരം അതിൻ്റെ പേപ്പറെല്ലാം അയക്കുന്നതാണ്. ഉണ്ടല്ലോ, അതെ. പുള്ളി എന്നെ പോലെ ധൈര്യം ഉണ്ടെങ്കിൽ പുള്ളി കൊണ്ടുവന്ന് വെക്കാൻ പറയും. ഞാനിവിടെ വെച്ചിട്ടുണ്ടല്ലോ സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങൾക്ക് പരിശോധിക്കാം. എനിക്ക് എത്ര വന്നു എത്ര കൊടുത്തു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം. ആദ്യം ഒരു 10 ലക്ഷം രൂപ വന്നു, 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു 4 ലക്ഷം രൂപ വന്നു. ആ 4 ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു.
പിന്നെ പല പ്രാവശ്യമായിട്ട് 3 ലക്ഷം രൂപ പുള്ളി എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പുള്ളിയുടെ വൈഫിൻ്റെ അക്കൗണ്ടിലോട്ടും പുള്ളിയുടെ അക്കൗണ്ടിലോട്ടും ഞാൻ പൈസ ഇട്ട് കൊടുത്തേക്കുന്നത്. എവിടെ ഒതുക്കാനാണ്? നമ്മളങ്ങനെ എന്തൊതുക്കാനാണ്? ഇപ്പം തന്നെ ഒതുങ്ങിയിരിക്കുക. ഇനി പ്രത്യേകിച്ച് ആരും വിചാരിച്ചാലും ഒതുക്കാനൊന്നും പറ്റില്ല അല്ലേ? സിനിമയല്ലേ, എപ്പോഴും താഴ്ച ഉണ്ടാവും, കയറ്റവും ഉണ്ടാവും. ഇപ്പോൾ ഒന്ന് താഴ്ന്നാണ് നിൽക്കുന്നത്, പക്ഷേ കയറി വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാര്യം സിനിമയിലാണ് വന്നിട്ടാണ് ഈ ബാദുഷ എന്തെങ്കിലും ആയേക്കുന്നത്. ഈ സിനിമയിൽ തന്നെ ബാദുഷ അതെല്ലാം തിരിച്ചു പിടിക്കും. സിനിമയിൽ തന്നെ ബാദുഷ ഉണ്ടാവും.